ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര ഒന്റാറിയോയിലെ കിങ്സ്റ്റൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. Holy Mary, Mother of God, pray for us sinners now and at the hour of our death. Amen. In the name of the Father and of the Son and the Holy Spirit. Amen. പതിവ് പോലെ നമ്മുടെ യാത്രയുടെ ഇന്നത്തെ സാരഥി നമ്മുടെ നീനായാണ്. നമ്മൾ ഷെൽബൺ എത്തിക്കഴിഞ്ഞു. നമ്മുടെ യാത്രയുടെ റൂട്ട് എന്ന് പറഞ്ഞാൽ നേരെ 401 ഹൈവേ കയറിയിട്ട് ടൊറൻറ്റോ എല്ലാം ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് കിങ്സ്റ്റൺ പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് ഏകദേശം 300 കിലോമീറ്ററാണ് കിങ്സ്റ്റൺ ഉള്ളത്. ഒരു 3-3.5 മണിക്കൂർ എത്തുമെന്ന് വിചാരിക്കുന്നു. തന്നെയല്ല, ഇന്ന് നമുക്കൊരു ലോങ് വീക്കെൻഡാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ തിരക്ക് കാണാനുള്ള സാധ്യതയുണ്ട്. എന്നാലും എസ്കേപ്പ് ആവാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഇത് കണ്ടോ, നമ്മുടെ പെട്രോൾ റെഗുലറിന്റെ പൈസ കണ്ടോ, 185.9. ഇപ്പൊ യുദ്ധം എല്ലായിടത്തും എഫക്ട് ചെയ്യുന്നുണ്ട്. നമുക്കും ഇവിടെ ഗ്യാസിന്റെ പൈസയൊക്കെ നന്നായിട്ട് കൂടുന്നുണ്ട്. നമ്മളിവിടെ ഷെൽ പെട്രോൾ പമ്പിൽ നിന്നാണ് അടിക്കുന്നത്. ഇവിടെ നമുക്കാണെങ്കിൽ നമുക്ക് CAA കാർഡ്, നമ്മുടെ റോഡ് സൈഡ് അസിസ്റ്റന്റിന്റെ കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 സെന്റ് കുറവുണ്ട് ഒരിതിന്. എനിക്കൊരു കാര്യം തോന്നിയേക്കുന്നുണ്ടല്ലോ, പൊട്ടത്തരാണോന്നൊന്നും അറിയത്തില്ല, ശാസ്ത്രീയമായിട്ട് പറയാനൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ നമ്മൾ ഷെല്ലിൽ നിന്ന് അടിക്കുന്ന പെട്രോൾ കുറേ നാൾ കൂടുതൽ ലാസ്റ്റ് ചെയ്യും. അത് എനിക്ക് തോന്നുന്നു ഈ എത്തനോളോ അതിൻ്റെ കണ്ടന്റ് കുറവായതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഇവര് ഒരു ക്വാളിറ്റി കൺട്രോൾ കീപ്പ് ചെയ്യുന്നുണ്ട് ഷെല്ലിന്റെ. അതായത് സാധാരണ ഏതെങ്കിലും ഗ്യാസ് സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചാൽ ഇപ്പം ഒരാഴ്ച തികഞ്ഞു നിൽക്കത്തില്ല. അതേസമയം ഷെല്ലിൽ നിന്ന് അടിച്ചാൽ ഒരാഴ്ച തികഞ്ഞു നിൽക്കും. നമ്മൾ സെയിം ഓട്ടോ ജോലിക്ക് പോകുന്ന സാധാരണ ഗ്രോസറി ഷോപ്പിങ്ങും ചെയ്തിട്ട്, അല്ലാതെ ദൂരെ ഓട്ടം അല്ല. പിന്നെ കണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ, നമ്മുടെ ആ പ്രൈസ് എഴുതിയേക്കുന്ന പൈസയും ഇതും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. ഇതിന്റെ ഇപ്പോൾ എഴുതിയേക്കുന്ന പൈസ കണ്ടോ, ഇപ്പം ഇവിടെ ഇപ്പം നമുക്ക് 1829 കാരണം നമ്മൾ CAA കാർഡ് വെച്ചിട്ട് പൈസ ഓതറൈസ് ചെയ്തുകൊണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് സൈഡ് അസിസ്റ്റൻസും ഇതുപോലത്തെ വണ്ടി റിലേറ്റഡ് കാര്യങ്ങൾ ഓഫർ ചെയ്യുന്ന ഒത്തിരി കമ്പനികളുണ്ട്. നമുക്ക് കനേഡിയൻ ടയറിൻ്റെ ആയിരുന്നു നേരത്തെ. പിന്നീട് CAAയിലേക്ക് മാറിയതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മോട്ടോർ സൈക്കിളിനും കവറേജ് ഉണ്ട് CAA ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ എങ്ങാനും മോട്ടോർ സൈക്കിളും കൊണ്ട് പോകുമ്പോഴത്തേക്കും അത് ടോ ചെയ്യാനും ഒക്കെ ഉള്ള സൗകര്യത്തിനാണ് മാറിയത്. അതിൻ്റെ ഈ ഗുണം എന്നാന്ന് വെച്ചാൽ ഈ കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷെല്ലിൽ നിന്ന് നല്ല ഡിസ്കൗണ്ട് ഉണ്ട്. നമുക്കൊരു കാറ് വാങ്ങിക്കണം പാപ്പ. You are my daughter. അല്ല, കുറച്ച് നല്ല കാറ്. We are simple and humble. എനിക്കൊരു ഇച്ചിരി നല്ല കാറ് വാങ്ങിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഏത് ടൈപ്പ്? മനസ്സിൽ എന്താണ് പ്ലാൻ? അന്ന് ആ ചേച്ചി ആ വിന്നേഴ്സിന്റെ വാതുക്കേട്ട് ലാൻഡ് ക്രൂസർ. ഞാൻ പറയുവാണെങ്കിൽ അതങ്ങ് നമ്മൾ പിടിക്കാന്ന്, എല്ലാത്തിന്റെ കൂടെ അതും അങ്ങ് പോകും. അങ്ങനെ പോകണ്ട എന്റെ പൊന്ന് നീന, സെറ്റ് ആവട്ടെ. മേടിക്കുമ്പോ സമാധാനമായിട്ട് മേടിക്കടാ. 40 വയസ്സാകുക പപ്പ. ഇനി തത്തത്തറ തത്തത്ത ലാസുത്ര തത്തത്ത എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? അപ്പൊ നമ്മളിന്നിപ്പം സീച്ചറയുടെ ഒക്കെ വീട്ടിലാണല്ലോ പോണേ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ ഇമ്പോർട്ടൻസ് എന്നാന്ന് വെച്ചാൽ നമ്മള് കുറെ നാളായി സീച്ചേടനെ ഒക്കെ നേരിട്ട് കണ്ടിട്ട്. 10 വർഷമായി ഞാൻ കണ്ടിട്ട്. സീച്ചേട ആരാന്നറിയാവോ? അവരെ ആരാ? അന്നക്കുട്ടി ആന്റിയുടെ മോന് അല്ലേ? അതെ അതെ അതെ. അപ്പം നമ്മുടെ ലൈവ് സ്റ്റോറീസിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അന്നക്കുട്ടി ആന്റീനെയും അന്നക്കുട്ടി ആന്റിയുടെ മക്കളെ കുറിച്ചൊക്കെ. എന്ന് പറഞ്ഞാൽ ആ ചേട്ടന്മാരാണ് എൻ്റെ ഒരു കരിയർ ഗൈഡൻസിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് എന്ത് സംശയമുണ്ട്. കാരണം അന്ന് ഇത്രയും ഗൂഗിളും ഇൻ്റർനെറ്റും സ്മാർട്ട് ഫോൺസ് ഒന്നും നമുക്ക് എല്ലാവരുടെ കയ്യിലൊന്നും റീച്ചബിൾ അല്ലായിരുന്നേ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോഴത്തേക്കും റൈറ്റ് ആയിട്ടുള്ള ഗൈഡൻസ് തന്നുകൊണ്ടിരുന്നത് അന്നക്കുട്ടി ആൻറ്റിയും അന്നക്കുട്ടി ആൻറ്റിയുടെ മക്കളും ഒക്കെയാണ്. സിജു ചേട്ടായി ഒക്കെ ഇവിടെ കിങ്സ്റ്റണിലാണ് താമസിക്കുന്നത്. അവരുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ്
അവർ, അതായത് ഈ കാനഡയിലേക്ക് മൂവ് ചെയ്യുന്നതിന് മുമ്പ് അവർ നേരത്തെ സ്കോട്ട്ലൻഡിലായിരുന്നു സെറ്റിൽഡ്. അപ്പോൾ പണ്ട് നമ്മൾ UK ഉണ്ടായിരുന്ന കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ UK ചെല്ലാൻ നേരത്ത് ഞങ്ങൾ കുറച്ച് ബാച്ചിലേഴ്സ് ഇതുപോലെ 2010 കാലഘട്ടത്തിൽ അപ്പം സിജു ചേട്ടായി സ്കോട്ട്ലൻഡിലേക്ക് ഞങ്ങളെ വിളിക്കുകയും സിജു ചേട്ടായുടെ വീട്ടിൽ ഞങ്ങളൊരു ആഴ്ചയോളം താമസിച്ച് അവിടെ സ്കോട്ട്ലൻഡിലെ പല സ്ഥലങ്ങളിലെല്ലാം കറങ്ങുകയും അവിടുത്തെ പിള്ളേരൊക്കെ പഠിക്കുന്ന സ്കൂളിൽ പോയിട്ട് അന്ന് ഞാൻ ഈ വെജിറ്റബിൾ കാർവിംഗ് ഒക്കെ ചെയ്യുമായിരുന്നു. നമ്മുടെ ഹോട്ടൽ മാനേജ്മെന്റ് കാർവിംഗ് അല്ലേ, ഐസ് കാർവിംഗ്, ഫ്രൂട്ട്സ് കാർവിംഗ്, വെജിറ്റബിൾ കാർവിംഗ്. അപ്പം അവിടുത്തെ പിള്ളേരുടെ സ്കൂളിൽ ഒരു ദിവസം അപ്പം ഞങ്ങൾ വരുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ചേട്ടായി നമ്മളെക്കുറിച്ച് ഇൻട്രൊഡക്ഷൻ കൊടുക്കുമല്ലോ പിള്ളേർക്ക്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഇന്നപോലെ കഴിവുള്ളവരൊക്കെയാണ് നിങ്ങളുടെ അമ്മമാർ വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഇവർ നമ്മുടെ പിങ്കിമ സ്കൂളിൽ ചെന്ന് പറഞ്ഞാൽ അവരുടെ സ്കൂളിൽ ചെന്ന് ഇന്നപോലെ ഞങ്ങളുടെ വരുന്നുണ്ട് അല്ലെ അമ്മ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സ്കൂളിലൊക്കെ ഹൈപ്പായിട്ട് അവരെന്ത് ചെയ്തു, ഒരു സെഷൻ, ഒരു ക്ലാസ് അങ്ങ് വെച്ചു പിള്ളേർക്ക് ഇതിന്റെ ഡെമോൺസ്ട്രേഷൻ, വെജിറ്റബിൾ കാർവിങ്, ഫ്രൂട്ട്സ് കാർവിങ്ങിന്റെ എന്നൊക്കെ പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചേട്ടാ ഇത് പറഞ്ഞത് ഇതുപോലെ സിസിമോൾ, ചേട്ടായുടെ രണ്ടാമത്തെ മോളാ സിസിമോളുടെ സ്കൂളിൽ നമുക്കൊന്ന് പോകണം, അതിന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ സ്കോട്ട്ലൻഡിൽ ഒരു സ്കൂളിൽ പോയി ഒരു ക്ലാസ്സിൽ ഫുള്ള് വെജിറ്റബിൾ കാർവിങ്ങിന്റെ ഡെമോയൊക്കെ ചെയ്ത്. അപ്പം ആ ചേട്ടായുടെയൊക്കെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ ഒരു കസിൻസ് ആണ്. അപ്പം ഞങ്ങൾ കുറച്ച് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി അവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അവരെല്ലാം നമുക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ പരിചയപ്പെടുകയും നമ്മുടെ കുറച്ച് ഫാമിലി ഫൺ നിമിഷങ്ങളിലേക്ക് ചിലപ്പം ചില പഴയ ഓർമ്മകളൊക്കെ ചിലപ്പം എല്ലാവരും കൂടെ അയവർക്കുമായിരിക്കും. അങ്ങനത്തെ കഥകളെല്ലാം കേൾക്കുന്ന ഒരു കിങ്സ്റ്റൺ യാത്ര. അതാണ് നമ്മുടെ ഇന്നത്തെ യാത്രയുടെ വിശേഷം. അങ്ങനെ ഫൈനലി നമ്മൾ കിങ്സ്റ്റണിൽ എത്തിയിരിക്കുകയാണ്. 1.5 കിലോമീറ്ററിൽ നമ്മൾ സ്വിറ്റ്സർലൻഡ് വീടെത്തുന്നതായിരിക്കും. നല്ല കൺട്രി സൈഡ്, നല്ല സൂപ്പർ വീടുകളൊക്കെയാ. ഞാൻ ഓർത്ത് കിങ്സ്റ്റൺ എന്നൊക്കെ പറയുമ്പോൾ വലിയ ടൗണാണ്. ഇത് നല്ല അല്ലേ, ഗ്രാമപ്രദേശം, നമ്മുടെ ഡണ്ടാക്കൊക്കെ പോലെ. അടിപൊളി ലിറ്റിൽ ടൗൺ. എനിക്കൊന്ന് ഇവിടെ കുറച്ച് മലയാളീസ് ഒക്കെ ഉണ്ട്. ഇവിടെ കിങ്സ്റ്റൺ മലയാളി അസോസിയേഷൻ ഒക്കെ ഉണ്ട്. അതിപ്പം ഇച്ചിരി മലയാളീസ് ഉണ്ടെങ്കിലും നമ്മളതുണ്ടല്ലോ, നമ്മുടെ ആ ഒരു ഐക്യദാർഢ്യം, സംഘബലമേ അത് കാണുമല്ലോ. എൻ്റെ ഇന്ന് മൈക്ക് വാങ്ങിച്ചു കേട്ടോ, ഇനി മിണ്ടണ്ടെന്നാ. 819 ഇറങ്ങി നോക്കുക കേട്ടോ അങ്കിള്. ഞാൻ നിർബന്ധിച്ചോണ്ട് കേറ്റിക്കൊണ്ട് പോയിരുന്നതാ. മമ്മി പറഞ്ഞു എല്ലാം ഫ്രണ്ട്സാ, ഇനിയിപ്പോ എന്നാ വേണ്ടേ. ഇതാണ് ബിച്ചാച്ചൻ, ഞങ്ങളുടെ ബിച്ചാച്ചനാണ്. ബിച്ചാച്ചൻ ഒരു കപ്പൂച്ചിന് അച്ഛനാണ്. റെസിഡൻഷ്യൽ സ്കൂളിന്റെ നല്ല ലുക്കൊക്കെ ഉണ്ട്. ബിച്ചാച്ചനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പരിചയപ്പെടാം അല്ലേ? ഓക്കെ, നമുക്ക് അകത്തേക്ക് ഇതിനെ പുറത്ത് വെക്കണേ. നീന റെഡി അല്ലേ? ഞങ്ങൾ അമ്മമാരുടെ കൂടി നശിച്ചുപോയി ഇന്നലെ ഒരു രാത്രിയും കൊണ്ട്. ചേച്ചി ഇതാണ് മെർലിൻ ചേച്ചി, കുടുംബനാഥ. എന്നുണ്ട് എന്നാ വിശേഷം? സുഖം ചേച്ചി. ഇവള് കുഞ്ഞായിരിക്കും, 10 വർഷം. ഓ മൈ ഗാഡ്, 10 വയസ്സായി ചേച്ചി. ഓ എന്താ പറഞ്ഞ, നിങ്ങള് കൊറേ നേരമായി വന്നിട്ട്? അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കസിൻസ്. എല്ലാരും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. കാന്താരി ചിക്കൻ കിങ്സ്റ്റണിൽ ഹരിതാപ, ഇവിടെ മാത്രമല്ല ചിക്കനിൽ വേറെ ഹരിതാപയാണ്. ഞാൻ ഇവന്റെ ആശാനായിട്ട് പണിയെടുക്കുകയാണ്. കളനറി സ്കിൽസ് ഇന്നലെ കുറ്റപ്പെടുത്തിയവരൊക്കെ കാണിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നല്ലോ യാക്കോബി. എടുത്ത് അമ്മച്ചിക്ക് കൊടുത്തായിരുന്നു കേട്ടോ.
ഉണ്ടാക്കുന്നത്. ചേച്ചി എന്നൊക്കെ ഇന്നത് ഞാൻ ആ പിടി കണ്ടുപിടിച്ചെന്നുള്ള രീതിയിലാണ് ഞാൻ വിചാച്ച പിള്ളേരെല്ലാം കൂടെ പുറത്ത് ചോദിക്കുന്നുണ്ട്. വിചാച്ചൻ എന്നെ അകത്ത് കയറി ഇരിക്കണ കാണാനില്ലല്ലോ, പിടിയുരുട്ടാൻ പഠിപ്പിക്കുക എന്നൊക്കെയാ പറയുന്നത് കേട്ടോ. ആ അത് ഹാരറ്റ്സ്, അത് തന്നെ ലണ്ടൻ അല്ലേ ഇത്? ഓ എടാ ഇത് 2011 നമ്മളെ അന്ന് പിറവ സംഗമത്തിന് കൊടുത്ത് സ്കോട്ട്ലൻഡ് ജോജോടെ ബേബി ഉടുപ്പായിട്ടേക്കുന്നേ. ജോജോ ബേബി ഉടുപ്പായിപ്പോ അവനെ ഇടിപ്പിച്ചേക്കുന്നേ. സൈമൺ ഉണ്ടായ പിന്നെയാണോ നീ അന്ന് വന്നേ? സൈമൺ തീരെ ചെറുതാ, ബേബിയാ. അപ്പൊ ഒരു 15-16 നമ്മളന്ന് സിസിമോളുടെ സ്കൂളിൽ പോയിട്ട് കാർവിംഗ് പഠിപ്പിച്ചേക്കെ. ഒന്നേ ഇഞ്ഞു കൊണ്ടുവന്നു. അടിപൊളി. Your dad, see this one your dad gifted to ഇവിടുത്തെ ചേച്ചീസിന് before he met your mom. 2010 സ്കോട്ട്ലൻഡിൽ വെച്ച് ചേട്ടായും ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് അവരുടെ വീട്ടിൽ പോയപ്പോഴത്തേക്കും ഞാൻ ഗിഫ്റ്റ് കൊടുത്ത സാധനമാണ് ഇതിരിക്കുന്നത്. മെമ്മറീസ്. പഠിപ്പിക്കുവല്ലേ പിള്ളേരെ. അപ്പം എല്ലാരും പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പിടിയുരുട്ടലിന്റെ തിരക്കിലാണ്. ഫസ്റ്റ് പിടിയുണ്ട്, വേറൊരു ഫസ്റ്റ് പിടിയുണ്ട് ഇവിടെ. ചേട്ടാ അത് പ്രാർത്ഥനയുടെ പാട്ടാ. മോളിന്ന് ബാലൻസ് ആയിട്ട് അവനവനെ എടുക്ക്. ആ രീതി പോ. ഇതിത്ര അങ്ങനെ ഒന്നും ഇല്ലെന്നേ, ഇതെല്ലാം ബാലൻസ് ആയിട്ട് ഇരിക്കണം. അത് പോവില്ല. എടുക്കുന്നുണ്ടല്ലോ ഗ്ലാസ് ഒന്നിന് റിസ്ക് പിടിക്കാത്ത കേസ്. ഹെൽത്ത്, വെൽത്ത് ആൻഡ് ഹാപ്പിനെസ്. ഇത് എടുക്കാനല്ലാത്തോണ്ട് കേട്ടോ, ഒറ്റയ്ക്ക് ഇരിക്കണുണ്ട്. ആയിരം ഷാപ്പുകൾ തുറക്കുന്നുണ്ട്, ആയിരം ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. ഇത് വെച്ചാലോ അപ്പൊ നമ്മുടെ കസിൻസിന്റെ ഇടയില് നമ്മുടെ പ്രിയപ്പെട്ട സാക്കോ പൂക്കട്ടെ കാവടിയുടെ തുടക്കം കിങ്സ്റ്റണിൽ നിന്നും ശ്രീചേട്ടാടെ മെർലിൻ ചേച്ചിയുടെ വീട്ടിൽ നിന്നും പൂക്കട്ടെ വിളിച്ചിട്ടും വിളിച്ചിട്ടും വന്നില്ല, തറയിലും വന്നില്ല, വിളിച്ചിട്ടും വിളിച്ചിട്ടും വന്നില്ല, എന്റെ തുളസി തറയിലും വന്നില്ല. ആശ്രമവനത്തിലും അന്തപുരത്തിലും അല്ലിക്കുണ്ടാവിലും കണ്ടില്ല. ദേവി ശ്രീദേവി തേടി വരുന്നു ഞാൻ,
സന്തോഷത്തോടെ കഥ. ഞാൻ ഇന്ന് രാവിലെ കിങ്സ്റ്റൺ ടൗണിൽ പോയപ്പോൾ പറഞ്ഞു തന്ന കഥയല്ല ഇത്. വേദന കൊണ്ടും ഞാനിന്ന് വൈകുന്നേരം വാൾമാർട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ സെയിൽസ് ഗേൾ എടുത്തു തന്ന കഥയല്ല ഇത്. ഇന്ന് രാവിലെ ഇവിടെ ഇരുന്ന സാധനങ്ങളെല്ലാം എടുത്ത് കൊണ്ടുപോയി ഗാർബേജ് കവറപ്പോൾ അവിടുത്തെ ഗാർബേജിൽ ഇരുന്ന സ്ത്രീ പറഞ്ഞ കഥയല്ല ഇത്. നാളെ ജീവിതം സന്തോഷമാക്കാൻ, സന്തോഷമാക്കാൻ, ഇന്ന് പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ ഒത്തുതീർപ്പിന്റെ പ്രശ്നമാണിത്. സഹോദരി കിങ്സ്റ്റണിലെ വാനമ്പാടി വിനോന അവതരിപ്പിക്കുന്ന ഗാനമേള ഇവിടെ തുടങ്ങി. സിജു സെവൻ പാടുന്ന ഒരു ഹിന്ദി പാട്ട്. अपने को दिल का बता दे, काबू में आना ही है मुझको बता दे, काबू में आना मारो दुनिया बचारते उमर की वाह नारायण दारी मंगलम माधुरी विजयरजी हरियाली पारागण सुंदरी उमर की वाह नारायण दारी मंगलम कद तुडरुम